കുര്യാക്കോസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയത്തിൽ എന്ന് കേൾക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രമാത്രം ശക്തമാണ് ആ വലിയ മധ്യസ്ഥത എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ ദേശത്തിന്റെയൊക്കെ നാനാജാതി മതസ്ഥരായിട്ടുള്ളവരുടെ വലിയ മധ്യസ്ഥനായിട്ട് കുര്യാക്കോസ് സഹദ ശോഭിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ AD 4-ാം നൂറ്റാണ്ടിലാണ് പരിശുദ്ധ കുര്യാക്കോസ് സഹദ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അധികകാലമൊന്നും ജീവിച്ചിരുന്നില്ല. ഏതാണ്ട് 3 വർഷക്കാലം മാത്രമേ കുര്യാക്കോസ് സഹദ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ എന്നുള്ളതാണ്. AD 304 കുര്യാക്കോസ് സഹദ സഹദാമരണം പ്രാപിക്കുന്നത്. AD 304 കുര്യാക്കോസ് സഹദ സഹദാമരണം പ്രാപിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ AD 313 ക്രിസ്തീയ സമൂഹത്തിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ആരാധന നടത്തുവാൻ തക്കവണ്ണമുള്ള അനുവാദം ലഭിക്കുന്നു. അങ്ങനെ ഒരു വിളംബരം അന്ന് കുസ്തന്തീനോസ് ചക്രവർത്തി പ്രഖ്യാപിക്കുകയുണ്ടായി. ആ വിളംബരത്തിന്റെ പേരാണ് മിലാൻ വിളംബരം എന്ന് പറയുന്ന വിളംബരം. അത് AD 313 അതിനു മുമ്പുള്ള കാലഘട്ടത്തിലാണ് കുര്യാക്കോസ് സഹദ ജീവിച്ചിരുന്നത്. അതിനു മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് ശേഷം AD 313 വരെ ജീവിച്ചിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിലായിട്ട് അല്ലെങ്കിൽ ക്രിസ്തു മതത്തിനോട് താല്പര്യത്തോടുകൂടി ഒരു വ്യക്തി ജീവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അനേക കഷ്ടതകൾ നേരിടേണ്ട ഒരു കാലഘട്ടം. അനേക കഷ്ടതകൾ. ഒരാള് ക്രിസ്ത്യാനി എന്ന് പൊതുസമൂഹത്തിൽ പറയാൻ കഴിയാത്ത രീതിയിൽ അന്നത്തെ ഭരണാധികാരികളൊക്കെ ക്രൈസ്തവർക്കെതിരെ അനേക പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കുര്യാക്കോസ് സഹദ ജനിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് യൂലീത്തി എന്നുള്ളതാണ്. ചക്രവർത്തിയും ചക്രവർത്തിയോട് ചേർന്നിട്ടുള്ള നാടുവാഴികളും ഒക്കെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ദേശത്ത് നിന്ന് കുര്യാക്കോസ് സഹദായുടെ അമ്മയായിട്ടുള്ള യൂലീത്തിയെ നാടുവാഴി പിടിച്ചുകൊണ്ടുവരികയാണ്. നാടുവാഴിയുടെ ഭടന്മാര് പിടിച്ചുകൊണ്ടുവരികയാണ്. രാജസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേര് യൂലീത്തി എന്നുള്ളതിന് പകരമായിട്ട് യൂലീത്തി പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ആം എ ക്രിസ്ത്യൻ. ഐ ആം എ ക്രിസ്ത്യൻ എന്നാണ് യൂലീത്തി പറയുന്നത്. നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ അതിനെ ഒന്നും വകവെക്കാതെ ആ സമൂഹത്തിന്റെ മുമ്പാകെ യൂലീത്തി അമ്മ പറയുകയാണ്, ഞാനൊരു ക്രിസ്ത്യനാണ് എന്നുള്ളത്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഇതിനെ തള്ളിപ്പറഞ്ഞാൽ നിനക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ നിന്റെ മുൻപോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് മരണത്തിലേക്കാണ് എന്ന് ചക്രവർത്തിയും നാടുവാഴിയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം നേരിട്ടുകൊണ്ട് അനേക ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ആ ചോദ്യത്തിനെല്ലാം ദൈവികമായിട്ടുള്ള രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് യൂലീത്തി മുൻപോട്ട് പോവുകയാണ്. വീണ്ടും ഇങ്ങനെ ക്രിസ്തു സഭയെയും യേശു തമ്പുരാനെയും തള്ളിപ്പറയുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ യൂലീത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നാടുവാഴിയുടെ ആളുകളോട് പറയുക, പട്ടണത്തിലേക്ക് ചെന്ന് 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൈതലിനെ കണ്ടുപിടിക്കുക. ആ പൈതലിനോട് ചോദിക്കുക ആരെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത്. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, ആ പൈതല് പറയുകയാണ് യേശു തമ്പുരാനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് യേശു തമ്പുരാനെ ആരാധിക്കാം. ഇനി അല്ല, യേശു തമ്പുരാനെ അല്ല ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അതിനെതിരായിട്ട് ഒരിക്കലും ആരാധന നടത്തുകയില്ല എന്നുള്ളത് പറയുകയാണ്. അങ്ങനെ നാടുവാഴിയുടെ ആളുകൾ ഈ പൈതലിനെ അന്വേഷിച്ച് ചെല്ലുകയാണ്. പൈതലിനെ അന്വേഷിച്ച് നാടുവാഴിയുടെ ആളുകൾ കടന്നു വരുന്നു എന്നറിഞ്ഞപ്പോൾ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളെല്ലാം അവരുടെ മാതാപിതാക്കൾ ആ നാടുവാഴിയുടെ ആളുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒളിപ്പിച്ച് താമസിക്കുകയാണ്. എന്നാൽ യൂലീത്തിയുടെ മകനായിട്ടുള്ള കുര്യാക്കോസിനെ ഒരു ദേവാലയത്തിന്റെ സമീപത്ത് നിന്ന് ഈ നാടുവാഴിയുടെ ആളുകൾക്ക് ലഭിക്കുകയാണ്. ഈ പൈതലിനെയും കൊണ്ട് രാജസന്നിധിയിലേക്ക് കടന്നു വരുന്നു. അന്ന് ഈ കുര്യാക്കോസ് സഹദായുടെ പ്രായമെന്ന് പറയുന്നത് 3 വയസ്സെന്ന് പറയാൻ കഴിയുകയില്ല. 3 വയസ്സ് പൂർത്തിയാക്കുവാൻ 3 മാസം കൂടിയുണ്ട്. 2.25 വയസ്സ് മാത്രമേ കുര്യാക്കോസ് സഹദായുടെ പ്രായമുള്ളൂ എന്നുള്ളതാണ്. കുര്യാക്കോസ് സഹദായെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ കുര്യാക്കോസ് സഹദായോടും പറയുന്നുണ്ട്, സത്യദൈവത്തിനെ തള്ളിപ്പറയുക എന്നുള്ളത്. എന്നാൽ കുര്യാക്കോസ് സഹദ
അതിനെതിരെ ദൈവികമായിട്ടുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. കുര്യാക്കോസ് സഹദായോടും ചോദിക്കുന്നുണ്ട്, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന മറുപടി എന്ന് പറയുന്നത് ഐ എം എ ക്രിസ്ത്യൻ. ഐ എം എ ക്രിസ്ത്യൻ എന്നാണ് കുര്യാക്കോസ് സഹദ പറയുന്നത്. അനേക പീഡനങ്ങൾ രാജസന്നിധിയിൽ നിന്ന് നാടുവാഴിയുടേതായിട്ടുമൊക്കെ ഈ പൈതലിനും തന്റെ അമ്മയ്ക്കും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയപ്പാടുണ്ടാകത്തക്ക രീതിയിലുള്ള പീഡനങ്ങളാണ് ഈ പൈതലിന് നേരിടേണ്ടി വന്നതെന്നുള്ളതാണ്. കേവലം 3 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൈതലിനെ കയറുകൊണ്ട് വരിഞ്ഞുകെട്ടി അനേക അടികൾ നൽകിയെന്നാണ് പറയുന്നത്. കേവലം 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് ഓർക്കണം. പക്ഷേ കുര്യാക്കോസ് സഹദ പ്രാർത്ഥിച്ചപ്പോൾ ഈ കയറുകളുടെ കെട്ടുകൾ അഴിഞ്ഞുപോയി, ഉണ്ടായ ശരീരത്തിലെ പാടുകൾ മാഞ്ഞുപോയി എന്നാണ് പ്രത്യേകമായിട്ട് ചരിത്രകാരന്മാർ പറയുന്നത്. അതിനുശേഷം ഈയവും ഗന്ധകവും ചൂടാക്കി കണ്ണുകളിലും ചെവികളിലും ഒഴിച്ചു എന്ന് പറയുന്നുണ്ട്. കുര്യാക്കോസ് സഹദായുടെയും അമ്മ യൂലീത്തിയുടെയും കണ്ണുകളിലും ചെവികളിലുമായിട്ട് ഈയവും ഗന്ധകവും ചൂടാക്കി ഒഴിക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട്, ചെവിയുടെ കേൾവി നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥനയോടുകൂടി നിൽക്കുമ്പോൾ ഇതെല്ലാം തിരികെ ലഭിക്കുകയാണ്. ഇങ്ങനെ അനേക പീഡനങ്ങൾ കൂടി ചൂടുവെള്ളം ദേഹത്ത് ഒഴിക്കുകയും അല്ലെങ്കിൽ മൂക്കിലും ഒക്കെ ഒഴിക്കുന്നതായിട്ടൊക്കെ ചരിത്രകാരന്മാർ ഇതിനെക്കുറിച്ച് സാക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈ അനേക പീഡനങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിലും കുര്യാക്കോസ് സഹദായും അമ്മ യൂലീത്തിയും ശക്തമായിട്ട് ക്രിസ്തുവിനെ സാക്ഷിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ആ വലിയ അനുഭവത്തിൽ കൂടി കടന്നുപോയതുകൊണ്ട് മറ്റാളുകൾക്ക് അല്ലെങ്കിൽ നാടുവാഴികൾക്ക് ഇവരെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല, ക്രിസ്തുവിനെ എതിരേൽക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിനെതിരായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയാണ്. അങ്ങനെ കുര്യാക്കോസ് സഹദ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, ഈ പീഡനങ്ങളെല്ലാം സഹിക്കുവാനുള്ള കൃപ നൽകണമേ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവിതം ദൈവസന്നിധിയിലേക്ക്, തന്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ മാലാഖമാർ കുര്യാക്കോസ് സഹദായുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കുര്യാക്കോസ് സഹദായുടെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ കുര്യാക്കോസ് സഹദ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ദൈവസന്നിധിയിൽ. അത് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: ഞാൻ നിന്നോട് അപേക്ഷിക്കുന്ന സകലത്തിലും കേട്ട് എന്റെ അപേക്ഷ കൈക്കൊള്ളണമേ എന്ന് കുര്യാക്കോസ് സഹദ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിന്നോട് അപേക്ഷിക്കുന്ന സകലത്തിലും കേട്ട് എന്റെ അപേക്ഷ കൈക്കൊള്ളണമേ എന്ന് കുര്യാക്കോസ് സഹദ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവനോട് പറയുന്നുണ്ട്, നിനക്ക് ആവശ്യമുള്ള സകലതും ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്നു. അപ്പോൾ കുര്യാക്കോസ് സഹദ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഓർമ്മ കഴിക്കുകയും ഞാൻ സാക്ഷിമരണം അനുഭവിച്ചിട്ടുള്ള സ്ഥലത്ത് ആ രാത്രി മുഴുവനും ജാഗരണം ചെയ്യുകയും ചെയ്യുന്നവൻ സ്വർഗത്തിൽ നല്ല പ്രതിഫലം കൊടുക്കണമേ എന്ന് കുര്യാക്കോസ് സഹദ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പ്രാർത്ഥിക്കുന്നു, അവന്റെ ഭവനത്തെ കൃപയാൽ നീ വാഴ്ത്തണമേ. എന്റെ നാമത്തിൽ സഹദമാരുടെ ഭവനം പണിയുന്ന സ്ഥലത്ത് മനുഷ്യരിലും മൃഗങ്ങളിലും വസന്തയുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആഹാരത്തിന്റെ ക്ഷാമവും വെള്ളമില്ലായ്മയും ദൈവഭയത്തിന് കുറവും ഉണ്ടാകരുതേ എന്ന് കുര്യാക്കോസ് സഹദ പ്രാർത്ഥിക്കുകയാണ്. ദുഷ്ടപിശാച് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമേ എന്ന് കുര്യാക്കോസ് സഹദ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, കുര്യാക്കോസ് സഹദായുടെ മധ്യസ്ഥതയിൽ ഈ സ്ഥലത്ത് ഈ ദേവാലയം സ്ഥാപിതമായപ്പോൾ കുര്യാക്കോസ് സഹദായുടെ മധ്യസ്ഥത പോലെ തന്നെ ഈ ദേശത്ത് അനേക അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. കുര്യാക്കോസ് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ആരൊക്കെയാണോ ദേവാലയത്തിലേക്ക് കടന്നുവന്ന് പ്രാർത്ഥനകൾ നടത്തിയിട്ടുള്ളത് അവരുടെയൊക്കെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് നാം ആ ദൈവത്തിൽ, ആ പരിശുദ്ധ കുര്യാക്കോസ് സഹദായുടെയും അമ്മ യൂലീത്തിയുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെയും ക്രമീകരിക്കുന്നു എന്നുള്ളതാണ്. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നീതിമാന്റെ ഓർമ്മ അനുഗ്രഹമായിരിക്കട്ടെ. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് സദൃശ്യവാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഏലിയാ പ്രവാചകനെ ദൈവസന്നിധിയിലേക്ക് മലാഖമാർ നയിക്കുന്നതായിട്ടുള്ള അവസരം വന്നപ്പോൾ ഏലിയാവിനോടൊപ്പം ഏലിശായുമുണ്ട്. ഏലിയാവ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന സമയത്ത് ഏലിയാവ് ഏലിശായ്ക്ക് നൽകുന്നത് ഏലിയാവ് ഉപയോഗിച്ചിരുന്ന പുതപ്പാണ്. ഏലിയാവും ഏലിശായും യോർദാൻ നദി കടന്നുകൊണ്ടാണ് ആ സ്ഥലത്തേക്ക് എത്തിയത്.
ഏലിയാവിനെ ദൈവസന്നിധിയിലേക്ക് എടുത്തതിന് ശേഷം ഏലിശ ഈ പുതപ്പും കയ്യിൽ എടുത്തുകൊണ്ട് തിരികെ വന്നിട്ട് യോർദാൻ നദിയുടെ നേരെ ഈ പുതപ്പ് കൊണ്ട് അടിക്കുമ്പോൾ ആ യോർദാൻ നദിയിലെ ജലം രണ്ടായി പിരിഞ്ഞതായിട്ട് വേദപുസ്തകം സാക്ഷിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ തന്നെ മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ഏലിശ മരിച്ചതിന് ശേഷം ചില ആളുകൾ ഒരു മൃതശരീരവും വഹിച്ചുകൊണ്ടുവരുമ്പോൾ ചില പടയാളികൾ, രാജാക്കന്മാരുടെ ആളുകൾ കടന്നു വരുന്നത് കൊണ്ട് ഈ മൃതശരീരം എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. അത് ചെന്നു വീണത് ഏലിശായുടെ ശവകുടീരത്തിൽ, അല്ലെങ്കിൽ മൃതശരീരം ക്രമീകരിച്ചിരിക്കുന്നതായിട്ടുള്ള സ്ഥലത്താണ് ഈ മൃതശരീരം ചെന്ന് വീഴുവാൻ തക്കവണ്ണം ഇടയായത്. ആ മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ പത്രോസ്ലീഹായും പൗലോസ്ലീഹായും ഒക്കെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പത്രോസ്ലീഹായുടെയും പൗലോസ്ലീഹായുടെയും ഒക്കെ നിഴലെങ്കിലും പതിച്ചാൽ അനേകർക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അനേകര് അതിനുവേണ്ടി കാത്തു നിൽക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ വിശുദ്ധരായിട്ടുള്ള ആളുകൾ ജീവനോടിരിക്കുന്ന കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലഘട്ടത്തിലും അവർ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷവും അനേക പ്രവർത്തനങ്ങൾ, ദൈവിക പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നീതിമാന്മാരായിട്ടുള്ളവരുടെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരികയും അവരുടെ മധ്യസ്ഥതയ്ക്കായിട്ട് അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥന നടത്തുകയും പെരുന്നാൾ ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യും. നമ്മുടെ കഴിഞ്ഞകാല ജീവിത അനുഭവം നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഈ പെരുന്നാളുകളിൽ സംബന്ധിക്കുകയും ഈ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി തീരുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ പെരുന്നാൾ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചിട്ടുള്ളതല്ല. പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ജനതയെ മിസ്രൈം നാട്ടിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പുറപ്പെടുവിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ തന്നെ യഹോവയാം ദൈവം ഇസ്രായേൽ ജനതയോട് പറയുന്നുണ്ട്, നിങ്ങൾ പെരുന്നാള് ആഘോഷിക്കണം, നിങ്ങൾ പെസഹ പെരുന്നാൾ ആഘോഷിക്കണം. നിങ്ങൾ ഈ പെസഹ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ വഴി നടത്തിയതിന്റെ ഓർമ്മയാണ്. ദൈവം നമ്മെ വഴി നടത്തുന്നതിന്റെ ഓർമ്മയാണ് ഈ പെരുന്നാൾ ആഘോഷങ്ങൾ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഈ പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ ഇത് ദൈവം നമ്മെ നടത്തുന്നതിന്റെ ഒരു ഓർമ്മയാണ്. ദൈവം നമ്മെ നടത്തുന്നതിന് ദൈവം മുമ്പാകെ നന്ദി സമർപ്പിക്കുന്നതാണ് ഈ പെരുന്നാൾ ആഘോഷങ്ങൾ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തനം 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനങ്ങളെ അറിയപ്പെടുന്നത് ആരോഹണ ഗീതങ്ങൾ എന്നുള്ളതാണ്. എന്താണ് ഈ ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത്? യഹൂദന്മാര് തങ്ങളുടെ പെരുന്നാൾ ആഘോഷങ്ങൾക്കായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പോകുന്നതായിട്ടുള്ള അവസരത്തിൽ അനേക ദൂരം യാത്ര ചെയ്തുകൊണ്ടാണ് ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇവർ ഈ ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകളാണ് 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം നമ്മൾ നിത്യവും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഈ 120 മുതലുള്ള സങ്കീർത്തനങ്ങളൊക്കെ ഓർക്കാറുണ്ട്. ആ സങ്കീർത്തനങ്ങൾ പറയുകയാണ്, നമ്മുടെയൊക്കെ കാവൽക്കാരൻ, നമ്മുടെയൊക്കെ മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാവൽക്കാരനായിട്ട് ദൈവം നമ്മോട് കൂടെയുണ്ട്, ഉറങ്ങാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തിയാണ്. ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇത് ഇസ്രായേൽ ജനതയെ ദൈവം വഴി നടത്തിയ ആ വലിയ നന്മയെ ഓർത്തുകൊണ്ടുള്ള സങ്കീർത്തനങ്ങളാണ് 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും.